Hello dear students, today we are going to discuss about the operators in Python. So in Python we have different operators and they are the special symbols in Python that carry out arithmetic or logical computation. അതായത് നിങ്ങൾക്ക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ചില ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ സിമ്പിൾസ് ആണ്. ഇപ്പോൾ നിങ്ങൾ മാത്സിൽ നമുക്ക് അഡീഷൻ ചെയ്യാനുണ്ടെങ്കിൽ എന്താണ് പ്ലസ് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മൈനസ് ചെയ്യാൻ മൈനസ് സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്, അതായത് സബ്ട്രാക്ഷൻ ചെയ്യാൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൈത്തണിൽ നമുക്ക് ഓൾമോസ്റ്റ് അറൌണ്ട് 8 to 9 ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഈച്ച് ഓപ്പറേറ്റേഴ്സ് ഇൻ ബ്രീഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്കൻഡ് പോയിന്റ് ആണ് ദ വാല്യൂ ദാറ്റ് ദ ഓപ്പറേറ്റർ ഓപ്പറേറ്റ്സ് ഓൺ ഈസ് കോൾഡ് ദ ഓപ്പറൻറ്റ്. അതായത് നിങ്ങൾ ആ സിമ്പിളിനാണ് ഓപ്പറേറ്റർ എന്ന് പറയാം, പിന്നെ അത് ഏത് വാല്യൂസിൻ്റെ കൂടെയാണ് ഞങ്ങൾ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് അതാണ് ഓപ്പറൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇവിടെ 2 + 3 കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്ലസ് സിമ്പിളാണ് ഞങ്ങളുടെ ഓപ്പറേറ്റർ, 2 and 3 വാല്യൂസ് ആണ് ഓപ്പറൻറ്റ്. അപ്പോൾ ഇതിൽ 2 ഓപ്പറൻറ്റ്സ് ഉണ്ട്, ഒന്ന് 2 and 3, പിന്നെ ഓപ്പറേറ്റർ പ്ലസ് സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണ്? 2 + 3 നമ്മൾ അഡീഷൻ ആണ് ചെയ്യുന്നത്, അപ്പോൾ 5 ഈസ് ദ ആൻസർ. ഓക്കെ, സോ ലെറ്റ് us see the first type of operator, that is arithmetic operator. അപ്പോൾ അരിത്മെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാത്സിലെല്ലാം പഠിക്കുന്ന പോലെ പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഇതൊക്കെയാണ് സിമ്പിൾസ്. ഓക്കെ, സോ പ്ലസ് നമുക്കറിയാം 2 നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ യു ക്യാൻ സീ ഹിയർ ദ എക്സാമ്പിൾ ലൈക്ക് എക്സ് പ്ലസ് വൈ. അപ്പോൾ എക്സിൽ ഒരു വാല്യൂ ഉണ്ടാവും, വൈയിൽ ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ അതാണ് എക്സാമ്പിൾ. പിന്നെ മൈനസ് ആൻഡ് ഇറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഫോർ സബ്ട്രാക്ഷൻ. നമുക്ക് പ്ലസ് സിമ്പിൾ ആഡ് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ ഒരു നമ്പർ പോസിറ്റീവ് നമ്പർ ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്ലസ് നമ്പർ യൂസ് ചെയ്യാം, അതായത് +2, ഓക്കെ, +1 അങ്ങനെ. പിന്നെ മൈനസ് സിമ്പിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സബ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സബ്ട്രാക്ഷൻ x - y ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഒരു നമ്പർ നെഗറ്റീവ് നമ്പർ ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് മൈനസ് സിമ്പിൾ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നെഗറ്റീവ് നമ്പേഴ്സ് ആയി -3, -4 ഇങ്ങനെ. അതുപോലെ നമ്മൾ സാധാരണ ഇൻറ്റു സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്രോസ് മാർക്കാണ്. പക്ഷേ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അത് സ്റ്റാർ സിമ്പിളാണ്. പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മാത്രമല്ല, almost all the programming languages we use star symbol to represent the multiplication operator and it is called the asterisk. ആ ഒരു സിമ്പിളിൻ്റെ പേരാണ് ആസ്റ്ററിസ്ക് ആണ്. സോ നിങ്ങൾ എവിടെയെങ്കിലും x*y എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ആണ്. അതുപോലെ ഡിവിഷന് വേണ്ടിയിട്ട് സ്ലാഷ് സിമ്പിളാണ്. പിന്നെ ഇവിടെ നെക്സ്റ്റ് വരുന്നത് പെർസെൻറ്റേജ് സിമ്പിളാണ്, അത് മോഡുലസ് സിമ്പിളാണ്. ഓക്കെ, മോഡുലസ് ഓപ്പറേറ്റർ ഏതെന്ന് ചോദിച്ചാൽ അത് പെർസെൻറ്റേജ് സിമ്പിളാണ്. അപ്പോൾ ഇത് യൂസ്ഡ് ഫോർ റിമൈൻഡർ ഓഫ് ദ ഡിവിഷൻ. ഓക്കെ, നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഉണ്ടല്ലോ, അതാണ് ഈ മോഡുലസ് സിമ്പിൾ. പിന്നെ ഫ്ലോർ ഡിവിഷൻ ആണ്. പിന്നെ വരുന്നത് എക്സ്പോണൻറ്റ് സിമ്പിൾ. അത് എക്സ്പോണൻറ്റ് സിമ്പിൾ 2 സ്റ്റാർ മാർക്ക് ഉണ്ടെങ്കിൽ അത് എക്സ്പോണൻറ്റ് സിമ്പിൾ ആണ്. സോ ലെറ്റ്സ് സീ ദ എക്സാമ്പിൾ. ഇവിടെ x + y = 9, x + y = 19. അതായത് എക്സിൽ ഇപ്പോൾ 15 ആണ് വാല്യൂ ഉള്ളത്. യു ക്യാൻ സീ ദ പ്രോഗ്രാം ഹിയർ, റൈറ്റ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കമൻറ്റ്സ് ആണ് ഉള്ളത്. ## സിമ്പിൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ്സ് ആണ്, അത് എക്സിക്യൂട്ട് ആവില്ല. പിന്നെ വരുന്നത് x = 15, y = 4. ഇങ്ങനെ 2 വേരിയബിൾസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എക്സ് വേരിയബിളിൽ 15 ആണ് ഉള്ളത്, y വേരിയബിൾ 4 ആണ്. പിന്നെ വരുന്നത് പ്രിൻറ്റ് x + y എന്ന് കൊടുക്കുമ്പോൾ എന്താണ്? 15 + 4, അതായത് 19 ആണ് ഔട്ട്പുട്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കൂടി കാണുന്നുണ്ട്. അതുപോലെ x - y എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് മൈനസ് ആണ്. അപ്പോൾ 15 - 4 ചെയ്യുമ്പോൾ നമുക്ക് 11 ആണ് കിട്ടിയത്. പിന്നെ x × y ചെയ്യുമ്പോൾ 60 ആണ് ആൻസർ. x/y ചെയ്യുമ്പോൾ ഡിവിഷനാണ് ചെയ്യുന്നത്, 3.75 ആൻസർ. ദെൻ എക്സ് ഫ്ലോർ ഡിവിഷൻ 3. ഫ്ലോർ ഡിവിഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ 2 സ്ലാഷ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 15/4 ചെയ്യുമ്പോൾ 3.75 ആണ് ആൻസർ. പക്ഷേ ഫ്ലോർ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്താണ്? വി ആർ ഗോയിങ് ടു റൗണ്ട് ദാറ്റ് ആൻസർ. ഓക്കെ, നമ്മൾ പോയിൻറ്റ്സ് എക്സ്ക്ലൂഡ് ചെയ്യും, അപ്പോൾ കിട്ടുന്ന ആൻസറാണ് 3. ദെൻ x **y, അതായത് 15 to the power 4. അപ്പോൾ 15നെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. 15 × 15 × 15 × 15. അപ്പോൾ കിട്ടുന്ന വലിയ നമ്പറാണ് 50625. സോ ദിസ് ഈസ് അബൌട്ട് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. പിന്നെ വരുന്നത് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആണ്. സോ ദ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ആർ ആൾസോ കോൾഡ് ആസ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, പിന്നെ ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, ലെസ് ദാൻ, ഈക്വൽ ടു, ഇതൊക്കെയാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ആൻഡ് യു ക്യാൻ സീ ദ എക്സാമ്പിൾ. x = 10, y = 12 ഇങ്ങനെ 2 വാല്യൂസ് ആണുള്ളത്. അപ്പോൾ x > y
എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 10 ആണ്, മറ്റേത് 12 ആണ്. അപ്പോൾ 10 ഗ്രേറ്റർ ദാൻ 12 ആണോ? അല്ല, 10 എക്സ് ഈസ് സ്മോളർ ദാൻ വൈ. സോ ദ ആൻസർ ഈസ് ഫാൾസ്. ഓക്കെ, അതായത് രണ്ട് വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വാല്യൂസ് സെയിം ആണോ, ഗ്രേറ്റർ ഏതാണോ ഗ്രേറ്റർ, ഇങ്ങനെ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് നമ്പർ ഈക്വൽ ആണോ എന്ന് ഇങ്ങനെ ഫൈൻഡ് ചെയ്യുക. രണ്ട് ഈക്വൽ ടു സിമ്പിൾ നിങ്ങൾ യൂസ് ചെയ്യണം. എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു വൈ ആണോ എന്ന് മീനിങ്. അപ്പോൾ 10 ഈക്വൽ ടു 12 ആണോ? അല്ല, അതുകൊണ്ടാണ് ഇവിടെ ഫാൾസ് എന്ന് വന്നത്. പിന്നെ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് അതുപോലെ ഒരു ഈക്വൽ ടു മാർക്കാണ് ഉള്ളത്. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു വൈ ചെയ്യുമ്പോൾ അത് ട്രൂ ആണ്, ബിക്കോസ് 10 നോട്ട് ഈക്വൽ ടു 12 അത് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വൈ ഫാൾസ് ആണ്, എക്സ് ലെസ് ദാൻ ഈക്വൽ ടു വൈ ട്രൂ ആണ്. പിന്നെ വരുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് കണ്ടീഷൻസ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ആൻഡ് ഓർ നോട്ട് ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. സോ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് എക്സിൽ ഒരു വാല്യൂ ഉണ്ട് ട്രൂ ആൻഡ് വൈയിലുള്ളത് ഫാൾസ് ആണ്. അപ്പോൾ അറ്റ് എ ടൈം എക്സ് ആൻഡ് വൈ ചെയ്യുമ്പോൾ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് ട്രൂ ആവും. അതായത് എക്സ് ആൻഡ് വൈ ചെയ്യുമ്പോൾ എക്സ് ട്രൂ ആണ്, മറ്റേത് ഫാൾസ് ആണ്. അപ്പോൾ ട്രൂ ആൻഡ് ഫാൾസ് ചെയ്യുമ്പോൾ ആൻസർ ഈസ് ഫാൾസ്. രണ്ട് ട്രൂ ആണെങ്കിൽ മാത്രം യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് ട്രൂ ഇൻ കേസ് ഓഫ് ആൻഡ്. അതുപോലെ ഓർ ചെയ്യുമ്പോൾ എന്താണ്, എക്സ് ഓർ വൈ ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി, അത് ട്രൂ ആവും. രണ്ട് ഫാൾസ് ആയാൽ മാത്രം ഫാൾസ് ആവുന്നതാണ് ഈ ഓർ ഓപ്പറേഷൻ. അപ്പോൾ എക്സ് ട്രൂ ഓർ വൈ ഇസ് ഫാൾസ്. അപ്പോൾ ട്രൂ ഓർ ഫാൾസ് ആണെന്ന് ചോദിക്കുമ്പോൾ ആൻസർ ഈസ് ട്രൂ. അതുപോലെ നോട്ട് എക്സ് പറയുമ്പോൾ എക്സിലിപ്പോൾ ട്രൂ ആണ് വാല്യൂ ഉള്ളത്. അപ്പോൾ നോട്ട് എക്സ് ചെയ്യുമ്പോൾ ട്രൂവിൻ്റെ ഓപ്പോസിറ്റ് ആണ് പ്രിന്റ് ആവുന്നത്, അപ്പോൾ ഫാൾസ്. ഇപ്പോൾ ഞാൻ നോട്ട് വൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? യെസ്, ഇറ്റ് വിൽ ബി ട്രൂ. സോ ദിസ് ഈസ് അബൌട്ട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. നൗ ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് acts on operands as if they were string of binary digits. അപ്പോൾ ബൈനറി ഡിജിറ്റ്സ് എന്താണ്, ബൈനറി ഡിജിറ്റ്സിന് മുകളിൽ നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈനറി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ വി ഹാവ് ദ ഓപ്പറേറ്റേഴ്സ് ലൈക്ക് ബിറ്റ്വൈസ് ആൻഡ്, ബിറ്റ്വൈസ് ഓർ, ബിറ്റ്വൈസ് നോട്ട്. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻസ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. യു ക്യാൻ ജസ്റ്റ് റിമെമ്പർ വാട്ട് ആർ ദ ബിറ്റ്വൈസ് ഓപ്പറേറ്റർ. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട് ആർ ദ ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാൽക്കുലേഷൻസ് ഒന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ വാട്ട് ആർ ദ ബിറ്റ്വൈസ് ഓപ്പറേറ്റേഴ്സ് ചോദിച്ചാൽ ബിറ്റ്വൈസ് ആൻഡ് ഓർ നോട്ട് ഇങ്ങനെ എഴുതാം. അതുപോലെ റൈറ്റ് ഷിഫ്റ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ്. പിന്നെ വരുന്നത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. സോ ഓൾറെഡി ഇൻ ദ പ്രീവിയസ് സെഷൻ വി ഹാവ് ഡിസ്കസ്ഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ അല്ലേ. നമ്മളൊരു വേരിയബിളിലേക്ക് വാല്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഇനീഷ്യലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ? ഈക്വൽ ടു സിമ്പിൾ. ഓക്കെ, ഒരു ഈക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. സോ എ ഈക്വൽ ടു 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ 5 value will be assigned to the variable called a. This is the meaning. Okay, and you can also see that we have some compound operators like a plus equal to 5. അപ്പോൾ ഇവിടെ എന്താണ്, a plus equal to 5 is equal to a equal to a plus 5. അതായത് a equal to a plus 5 എഴുതുന്നേക്കാളും നമുക്ക് a plus equal to 5 എഴുതിയാലും രണ്ട് സെയിം ആണ്. അപ്പോൾ these are the assignment operators. First one is x equal to 5. 5 value will be assigned to x. Then x plus equal to 5 എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് എന്താണ്, x equal to x plus 5. So one small example, suppose xയിലുള്ള വാല്യൂ 10 ആണ്. അപ്പോൾ x plus equal to 5 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, 15 ആണ് അല്ലേ. എക്സിൽ ഓൾറെഡി ഉള്ള വാല്യൂ 10 ആണ്. 10 plus 5 15. x minus equal to 5 കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? 5 അല്ലേ, ബിക്കോസ് 10 minus 5 is 5. അതുപോലെ ഇൻറ്റു, ഡിവിഷൻ, ഇങ്ങനെ എല്ലാ ഓപ്പറേഷൻസ് നമുക്ക് ഇങ്ങനെ ഷോർട്ട് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമുക്കതിനെ ഷോർട്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റും. യു ക്യാൻ റൈറ്റ് എ ഷോർട്ട്. ഇതിൻ്റെ ഈക്വലൻ്റ് ആണ് ഇത് ഇവിടെ കാണുന്നത്. ആൻഡ് വി ആൾസോ ഹാവ് സം സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ലൈക്ക് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ആൻഡ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ. സോ വാട്ട് ഈസ് ദിസ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ? ഈസ് ആൻഡ് ഈസ് നോട്ട് ആർ ദ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് ഇൻ പൈത്തൺ. ഈസ് ആൻഡ് ഈസ് നോട്ട് ഇത് രണ്ട് കീവേഡ്സ് ആണ്. Okay, we have already studied what are the keywords. So why they are used? They are used to check if two values are located on the same part of the memory. Okay, for example, you can see here x1, y1, x2, y2 ഇങ്ങനെ 4 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ x1ലുള്ള വാല്യൂ ആണ് 5, y1ലുള്ള വാല്യൂ ആണ് 5. അതുപോലെ x2, y2 are also having the same value, that is hello.
x1 y1 നമ്മൾ സ്റ്റോർ ചെയ്തത് നമ്പേഴ്സ് ആണ്, ന്യൂമറിക് ഡേറ്റ ടൈപ്പ് ഇൻറ്റീജേഴ്സ് ആണ്. അതുപോലെ x2 y2 നമ്മൾ സ്റ്റോർ ചെയ്തത് ഒരു സ്ട്രിംഗ് ആണ്. ആ സ്ട്രിങ്ങിൻ്റെ പേരാണ് ഹലോ. നൗ x3 y3 എന്താണ്? ക്യാൻ യു ഗെസ്? യെസ്, ഇറ്റ് ഈസ് എ ലിസ്റ്റ്. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന പ്രിന്റ് x1 ഈസ് നോട്ട് y1. ക്യാൻ യു സീ ഹിയർ? പ്രിന്റ് x1 ഈസ് നോട്ട് y1 എന്താണ്? അതായത് x1 ഈസ് നോട്ട് y1, x1 ഈസ് 5, 5 ഈസ് നോട്ട് 5. ഈസ് ഇറ്റ് ട്രൂ ഓർ ഫാൾസ്? അത് ഫാൾസ് ആണ്, ബിക്കോസ് x1 ഈസ് 5, isn't it? x1 ഈസ് y1, x1 y1 സെയിം വാല്യൂ ഉള്ളത്. അപ്പോൾ x1 ഈസ് നോട്ട് y1 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഫാൾസ് ആണ്. ഓക്കെ, യു ആർ ഗെറ്റിംഗ് ഫാൾസ്. നൗ സെക്കൻഡ് വൺ, പ്രിന്റ് print x2. Oh, the color has been changed. I will change the color. Ink color should be, which one is better, orange or blue? Blue ആയിരിക്കും better. Okay, print ഇവിടെ ഇപ്പോൾ പോയി ഓൾറെഡി. Okay, let it be. x2 is y2 എന്ന് പറയുമ്പോൾ ആൻസർ കിട്ടിയത് ട്രൂ ആണ്. അതുപോലെ print x3 is y3, you are getting the output as false. അപ്പോൾ x3 is y3, x3 എന്താണ്? 1 2 3 ലിസ്റ്റാണ്. അപ്പോൾ ലിസ്റ്റും y3 എന്താണ്? വേറൊരു ലിസ്റ്റാണ്. ആ രണ്ട് നമ്പർ x3 is y3 എന്ന് കാണുമ്പോൾ യു ആർ ഗെറ്റിംഗ് false. Actually it should be true, right? Because both the lists are same, isn't it? Let us execute it, then we will it. So ഞാനിവിടെ python so you can see here x is y എന്ന് ചെയ്യുമ്പോൾ false ആണ് കിട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് സോ ഇതാണ് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്. ദെൻ വി ഹാവ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻ ആൻഡ് നോട്ട് ഇൻ ആണ്. സോ ദേ ആർ യൂസ് ടു ടെസ്റ്റ് വെദർ എ വാല്യൂ ഓർ വേരിയബിൾ ഈസ് ഫൗണ്ട് ഇൻ എ സീക്വൻസ്. അപ്പോൾ ഒരു സീക്വൻസിൽ ആ ഒരു വാല്യൂ ഓർ വേരിയബിൾ ഉണ്ടോ ഇല്ലേന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന എക്സ് ഈക്വൽ ടു ഹലോ വേൾഡ്, അപ്പോൾ ഇതൊരു സ്ട്രിംഗ് വേരിയബിൾ ആണ്. അതുപോലെ വൈ ഈക്വൽ ടു 1a 2b, അതെന്താണ്? ഡിക്ഷണറി ആണ്. ഓക്കെ, ദിസ് ഈസ് ഡിക്ഷണറി ആൻഡ് ദിസ് ഈസ് സ്ട്രിംഗ്. നൗ വി ആർ പ്രിൻറ്റിംഗ് ലൈക്ക് എച്ച് ഇൻ എക്സ്. എന്തായിരിക്കും ഔട്ട്പുട്ട്? അതായത് അതിന് മീനിങ് എച്ച് എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ എക്സ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൽ ഉണ്ടോ? അപ്പോൾ എക്സ് ഈസ് എ സ്ട്രിംഗ്. അപ്പോൾ ഹലോ വേൾഡ് ആണ് ആ വേരിയബിളിലുള്ള വാല്യൂ. അപ്പോൾ എച്ച് ഇൻ എക്സ് എന്ന് കൊടുക്കുമ്പോൾ അത് ട്രൂ ആണ്, ബിക്കോസ് ആ ഹലോ വേൾഡിൽ എച്ച് എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ ഉണ്ട്, അതുകൊണ്ടാണ് ട്രൂ എന്ന് വന്നത്. അതുപോലെ സെഡ് ഇൻ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? ഫാൾസ്, ബിക്കോസ് സെഡ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ അതിലില്ല. നെക്സ്റ്റ് പ്രിന്റ് ഹലോ നോട്ട് ഇൻ എക്സ്. ഹലോ നോട്ട് ഇൻ എക്സ് എന്ന് കൊടുക്കുമ്പോൾ ട്രൂ ആണ് വന്നത്, ബിക്കോസ് സ്മോൾ ലെറ്റർ എച്ച് ആണ് അവിടെ യൂസ് ചെയ്തത്. അപ്പോൾ സ്മോൾ ലെറ്റർ എച്ച് അവിടെ ഇല്ലല്ലോ, സ്മോൾ ലെറ്റർ ഹലോ ഇല്ല, ക്യാപിറ്റൽ ആണ് കൊടുത്തത്, അതുകൊണ്ടാണ് ഇവിടെ ട്രൂ വന്നത്. സ്മോൾ ലെറ്റർ ഹലോ ഇതിലില്ല. പിന്നെ പ്രിന്റ് 1 in y, അതായത് പ്രിന്റ് 1 in y എന്ന് പറഞ്ഞാൽ എന്താണ്? 1 is the key of that dictionary and a is the value of 1. So 1 key ഉണ്ടോന്ന് ആണ് മീനിങ്. അതായത് key, do we have the key called 1 in our y? Yes, we are having. And do we have any key like a? No, we are not having. That is why we are getting the output as false. So this is all about the operators in Python. I hope you have understood. Thank you.